അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും മനക്കരുത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. KMCCയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നിങ്ങളോട് ഞാൻ പറയേണ്ടതില്ല. ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിൽ കല്യാണം നിശ്ചയിക്കുമ്പോൾ ആദ്യം വരന്റെ കുടുംബത്തെയും ബന്ധുക്കൾ തമ്മിൽ യോജിച്ചു കഴിഞ്ഞാൽ അന്വേഷിക്കുന്നത് നിങ്ങളുടെ അഡ്രസ്സാണ്. ഒരുപാട് കുടുംബങ്ങളിലെ കുടുംബിനികളെ ഉണ്ടാക്കുകയും അവർക്ക് ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നതിൽ നിർലോഭമായ നിശ്ചിമമായ സഹായ സഹകരണങ്ങൾ നൽകി ഒറ്റക്കും കൂട്ടായും നിങ്ങൾ വഹിച്ച പങ്ക് അള്ളാഹു മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, നിങ്ങൾ അതിന്റെ വലിപ്പം മനസ്സിലാക്കിയിട്ടില്ല. KMCC എന്ന് പറയുന്ന സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നതിലേക്ക് നിങ്ങളിൽ നിന്ന് വാങ്ങുന്ന സംഭാവനകൾ സമാഹരിച്ചുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു നേട്ടമുണ്ട്. ബഹുമാന്യനായ MLA തിരൂർ വന്നതിന് ശേഷം പുതിയ നിയോജക മണ്ഡലം കമ്മിറ്റിയും വന്നപ്പോൾ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 156 ശാഖകളുണ്ട്. ആ നിയോജക മണ്ഡലത്തിലെ എല്ലാ ശാഖകളും ചലിക്കുന്ന തരത്തിലൊരു സമ്പൂർണ്ണ സമ്മേളനം രൂപകൽപ്പന ചെയ്യുകയും എല്ലാ വാർഡ് ഭാരവാഹികൾക്കുമുള്ള ഉത്തരവാദിത്വവും അവരുടെ പങ്കാളിത്തവും സംഘടനയ്ക്ക് വേണ്ടി പാകപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പല പരിപാടികളും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തിരൂരിൽ ഗവൺമെന്റ് ആശുപത്രിയുടെ വികസനം വന്നത്. ജില്ലാ ആശുപത്രിയുടെ രോഗശൈലിയിൽ കിടക്കുന്ന ആളുകളെ നമ്മൾ സഹായിക്കണം. നമ്മൾ ഡയാലിസിസ് സെന്റർ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, അവർക്ക് ആശ്വാസം എത്തിക്കണം. മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലുള്ള CH സെന്ററിന്റെ ഭാരവാഹികൾ അടിയന്തരമായി ബഹുമാന്യനായ മമ്മൂട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ